എന്നെ ഒരിക്കലും ജിമ്മി എന്ന് വിളിക്കരുത്, ഒരിക്കലും. ഇപ്പോഴോ? നമുക്കധികം സമയമില്ല. പുറത്തേക്കുള്ള വഴി ക്ലോസ് ചെയ്യൂ. നിങ്ങൾ വിഷമിക്കേണ്ട ക്യാപ്റ്റൻ ബ്ലാക്ക്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ആർക്കേനിയത്തിന്റെ ശക്തി കിട്ടിയാൽ ആർക്കും എന്നെ തടയാൻ സാധിക്കില്ല. ബീബാ ബാബാ ബൂസാലി, ബീബാ ബാബാ ബൂസാലി. ഇവൻ കുറെ ഐസോസിനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇവരെയൊക്കെ തടയുക? മാന്ത്രിക ശക്തി കൊണ്ട് മാന്ത്രിക ശക്തിയെ കീഴടക്കണം. നീ ഇവരെ നോക്ക്. സോറി ഭീമ, ഞാൻ ജിമ്മിയെ കൊണ്ടുപോവാ. ഒരു കാര്യം പറയാനുണ്ട്. നിനക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താ? എനിക്ക് മനസ്സിലായി. നീയും മറ്റുള്ളവരെ പോലെ തന്നെ. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ ഞാൻ പറയാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ചോദിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. ജൂലി, ഭാവിയിലേക്ക് സ്വാഗതം. വാ. അത് ഞാനാ. എന്റെ ഇടി എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പൊ ഞാനോ? നീ ഡിസ്കോയെ പോലെയാ. ബീബാ ബാബാ ബൂസാലി, ബീബാ ബാബാ ബൂസാലി. ഞാൻ ചീത്തയാണോ? മഹാമോശം. നീ അങ്ങനെ തന്നെയാ ഇരിക്കേണ്ടത്. ഉയരം. എനിക്ക് ഉയരത്തെ പേടിയാ. അത് ശരിയാ. അതുകൊണ്ട് നിനക്ക് മരത്തിന് ബാഗ് എടുക്കാൻ കഴിയാതെ പോയത്. ഈഗിൾ പീക്ക് കയറി ആർക്കേനിയത്തിന്റെ ബാക്കി എടുക്കാനും അവന് വേണ്ടി അത് ചെയ്യാൻ നമ്മളെ അവൻ ഉപയോഗിക്കുകയായിരുന്നു. മാന്ത്രിക കല്ല്, ഇതാ നിങ്ങളുടെ മാന്ത്രിക കല്ല്, എടുത്തോ. ബീബാ ബാബാ ബൂസാലി. പിടിച്ചു. എന്നെ താഴെ ഇറക്ക്. നിർബന്ധമാണെങ്കിൽ ഇപ്പൊ ഞാൻ വ്യത്യസ്തനായിരിക്കാം, പക്ഷെ നിന്നെ പോലെ ഒരു നികൃഷ്ട മനുഷ്യനാവാൻ ഞാൻ തയ്യാറല്ല. ജോലി, എനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ ഞാൻ ഒരുക്കമാണ്. നിന്റെ പഴയ ജോലി സെക്ഷൻ 13 നിന്നെ കാത്തിരിക്കുന്നു. യെസ് സർ. ചീഫിനെ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഐ മീൻ, ഞങ്ങൾ. അതെനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഫയലിങ്ങിനുള്ള പേപ്പേഴ്സൊക്കെ കൂടിക്കിടക്കുകയാണ്. ഐക്യോനെ നമ്മൾ പിടിച്ചെങ്കിലും വർത്തമാനകാലത്തിൽ തന്നെ നിനക്ക് ആർക്കേനിയം നശിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രചോദനത്തിന് നന്ദി. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ എനിക്ക് ആരുടെയെങ്കിലും പ്രചോദനം ആവശ്യമായിരുന്നു. അതൊരു പ്രശ്നമേ ഇല്ല. ഞാൻ വീണ്ടും നിന്നെ വന്ന് കണ്ടോളാം. വേണ്ട. അയ്യാ, ഒരു ഭാഗം കാണുന്നില്ലല്ലോ. ഒന്നിനേക്കാൾ രണ്ടാണ് നല്ലത്. ജൂലി, എന്നോട് വിശദമായി പറ.